കർത്താവ് നിക്കോദോമസിനോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഓർക്കുക. വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഈ മോന് കർത്താവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച് ആത്മരക്ഷ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമകനായി തീരുവാൻ ഭാഗ്യമുണ്ടായല്ലോ. തിരുനാമത്തിന് സ്തോത്രം. കർത്താവിനെ അറിയുവാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇടയാക്കിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവിന്റെ സാക്ഷിയായി ജീവിപ്പാൻ ധാരാളം കൃപ കൊടുത്ത് അവനെ അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ആ സോളമൻ സോറിന്റെ കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു സഹോദരന്റെയും പാപത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്നും കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ സഹോദരനും ഉണ്ടായിരിക്കുമെന്ന് സഹോദരൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? സഹോദരന്റെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലെ അടിസ്ഥാനത്തിൽ ഞാൻ സഹോദരനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. യേശുവിൻ